ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് കിച്ചണിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുതേ. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഫസ്റ്റ് ടിപ്പ്, നമ്മൾ പാത്രമൊക്കെ കഴുകാറുള്ളത് സ്പഞ്ച് വെച്ചിട്ടും സ്ക്രബ്ബർ വെച്ചിട്ടൊക്കെയാണ്. ഒത്തിരി നാൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിലൊരു കൊഴുപ്പൊക്കെ വരാറുണ്ട്. അതില്ലാണ്ട് നമുക്ക് ആ പാത്രം കഴുകുന്ന സ്പഞ്ചും സ്ക്രബ്ബറൊക്കെയാണ് വിമുക്തമാക്കാനുള്ളൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിടി കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് പാത്രം കഴുകുന്ന സ്പഞ്ചും സ്ക്രബ്ബറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് നൈറ്റിലാണ് ചെയ്യുന്നത്. അന്നത്തെ ദിവസത്തെ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓവർനൈറ്റ് ഞാൻ ഇതുപോലെ ഒരു സ്പഞ്ചും സ്ക്രബ്ബറൊക്കെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചേക്കാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഈ ഒരു സ്ക്രബ്ബറൊക്കെ മാറ്റുന്നത്. ഒരു ദിവസം തന്നെ ഒരുപാട് തവണ നമ്മൾ പാത്രം കഴുകുന്നതുകൊണ്ട് തന്നെ പാത്രം കഴുകുന്ന സ്പഞ്ചും സ്ക്രബ്ബറൊക്കെ പെട്ടെന്ന് കേടുവരാറുമുണ്ട്. മാത്രമല്ല പെട്ടെന്ന് ഒരു കൊഴുപ്പൊക്കെ വരാറുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ പറ്റാത്തത്ര അഴുക്കുകൾ ആ ഒരു സ്ക്രബ്ബറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ 2-3 ദിവസം കൂടുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് നമ്മളൊന്ന് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് ആ അണുക്കളെല്ലാം ചത്തുപോകും കേട്ടോ. അപ്പോൾ ഞാനിത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രബ്ബറും സ്പഞ്ചൊക്കെ അതിൽ നിന്നൊന്ന് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് സാധാ വെള്ളത്തിൽ കാണിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് കണ്ടാൽ അറിയുന്നുണ്ടാവും, നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി ചെറിയ ചെറിയ അഴുക്കളൊക്കെ ഇതിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇനി പാത്രം കഴുകുന്ന സ്ക്രബ്ബറും സ്പഞ്ചൊക്കെ 2-3 ദിവസം കൂടുമ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ പുതിയതായിട്ട് ഷർട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചില ഷർട്ടിനൊക്കെ ആ ബട്ടൺ ഇടുന്ന ഹോൾ നല്ല ടൈറ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ബട്ടൺ ഇടാൻ നന്നായിട്ട് ബുദ്ധിമുട്ടും. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് അത് ഇടാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിതൊരു കുഞ്ഞ് ഷർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബട്ടണിന് ചെറിയ 4 ഹോൾസ് ഉണ്ടാവുമല്ലോ, അതിൽ ഈ ബട്ടൺ ഹോളിൻ്റെ അടുത്ത് വരുന്ന ഹോളിലൂടെ ഞാൻ പിന്നെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബട്ടൺ ഹോളിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ബട്ടണ് കയറി കിട്ടും കേട്ടോ. 2-3 തവണ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബട്ടൺസ് ഇടാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തും. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് കൂടിയാണ്. നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അതല്ലെങ്കിൽ ഫ്ലോർ ടൈലിലോ ഒക്കെ എണ്ണയായി കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ തുടച്ച് കഴിഞ്ഞാലും അല്പമെങ്കിലും എണ്ണമയം അവിടെ ഉണ്ടാവാറുണ്ട്. ഫ്ലോറിലൊക്കെ വീണ് ഇതുപോലെ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ വീണ് പോകാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. പിന്നെ ഫ്ലോറിലോ അതല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ എണ്ണമയമായാൽ ഒട്ടും എണ്ണയുടെ അംശമില്ലാതെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് കേട്ടോ. നെക്സ്റ്റ് ടിപ്പ്, എണ്ണ ആയിട്ടുള്ള ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് എണ്ണ നിൽക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ ആ ഒരു ഓയിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ആട്ടപ്പൊടി വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും. പക്ഷെ എണ്ണ കൂടി നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ ആ ഒരു എണ്ണ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ആ എണ്ണയിലുള്ള ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. ആ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും എണ്ണയുടെ അംശം പോലും ഇല്ല. നമ്മൾ ഏത് രീതിയിൽ തുടച്ചാലും നമ്മുടെ കയ്യിലോ അതല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ എണ്ണമയം ഉണ്ടാവാറുണ്ട്. ഈ ഒരു രീതിയിലാണെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മുടെയൊക്കെ വീട്ടിൽ തലയണകൾ ഉണ്ടെങ്കിലും ചിലതിനെങ്കിലും തലയണ കവർ ഉണ്ടാവില്ല. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കവറില്ലാത്ത തലയണ അവർക്ക് കൊടുക്കാനായിട്ട് നല്ല മടിയാണ് അല്ലേ. എന്നാൽ നമ്മുടെ കയ്യിൽ കളർഫുൾ ആയിട്ടുള്ളൊരു ഷാൾ ഉണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് നമുക്ക് കളർഫുൾ ആയിട്ടുള്ളൊരു തലയണ കവർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഷാളാണ് എടുത്തിട്ടുള്ളത്. അത് ഇതാ സെൻറ്റർ മടക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. മടക്കി വെച്ചിട്ടുള്ള ഷാളിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കവറില്ലാത്ത തലയണ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡും വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ മടക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലും ഞാൻ സേഫ്റ്റി പിന്നൊന്ന്
കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2 എഡ്ജിലാണ് കേട്ടോ ഞാൻ കുത്തി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു സൈഡ് ഇപ്പോൾ ഞാൻ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം കുത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഒരിക്കലും അതിന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത തലയിണക്കവറാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റില്ല. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. ഈ ഒരു മഴക്കാലത്ത് ഈച്ച, പല്ലി, പാറ്റ, കൊതുക് ഇവയെ കൊണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് പൊറുതിമുട്ടിയിട്ടുണ്ടാവും. ഒത്തിരി വിദ്യകൾ നമ്മൾ പ്രയോഗിച്ചിട്ടും ഫലം കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 100% റിസൾട്ട് ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് 2 ചേരുവകൾ മാത്രം മതി. ഒന്ന് തീപ്പെട്ടിയും അതേപോലെ തന്നെ നോർമൽ വാട്ടറും. അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യാത്തൊരു പാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളും എടുക്കുന്ന സമയത്ത് അത് തന്നെ അങ്ങനെയുള്ള പാത്രങ്ങൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തീപ്പെട്ടിക്കൊള്ളികളാണ്. ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ ഒരു സൈഡിൽ മരുന്നുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു മരുന്നാണ് നമ്മളിത് റിപ്പല്ലൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിതാ തീപ്പെട്ടിക്കൊള്ളി മുഴുവനായിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു മരുന്നിൻ്റെ വശം നന്നായിട്ട് കുതിർന്ന് ആ ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരണേ. അപ്പോൾ അതാ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓരോ കൊള്ളിയിലുള്ള മരുന്ന് ഞാനൊരു വെള്ളത്തിലേക്ക് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ മരുന്നിൻ്റെ വശമൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്കത് റിമൂവ് ആക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞ് മക്കളുടെ പ്രസൻസിലൊന്നും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. മാത്രമല്ല മക്കളുടെ കയ്യെത്തുന്ന സ്ഥലങ്ങളിലോ ഒന്നും ഇതുപോലെയുള്ള ഐറ്റംസ് നിങ്ങൾ വെക്കരുത്. തീപ്പെട്ടിയൊക്കെ കത്തിക്കുന്ന സമയത്ത് ആ ഒരു മരുന്നിൻ്റെ സ്മെല്ല് നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ കുഞ്ഞു മക്കളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഞാനിത് എല്ലാ സ്റ്റിക്കിലും ഉണ്ടായിരുന്ന മരുന്ന് ആ ഒരു വെള്ളത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു സാധാ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ ബോട്ടിലിൻ്റെ ലിഡിൽ ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കി ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൊതുകുള്ള ഭാഗങ്ങളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആഹാര സാധനങ്ങളും കുഞ്ഞു മക്കളും ഒന്നും അടുത്തില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.